ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതാ പള്ളി എന്നല്ലേ, പൊള്ളാച്ചി അമ്പ്രാമ്പാളയം പള്ളി ദർഗയിലേക്കാണ് ഞങ്ങൾ ഈ പോണത് കേട്ടോ. അപ്പോൾ അത് ആ പള്ളീൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് തന്നെ ആയിട്ട് കുറേ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ചീനി എല്ലാം കിട്ടുന്ന കടയാട്ടോ. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് ചീനി വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചത് ഒരു മിഠായി, ഈത്തപ്പഴം, പിന്നെ ചന്ദനത്തിരി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് പൂവ്, നാരങ്ങ, പിന്നെ വേറെയും കുറേ ചീനി ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പട്ട്, നമുക്ക് മക്കാമിൽ ഇടാനുള്ള പട്ടൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അതാണ് ഞങ്ങൾ ചീനിയൊക്കെ മേടിച്ചതാണ് ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോട്ടോ. അപ്പോൾ ചെരുപ്പെല്ലാം ഒരു ഓരത്ത് ഊരി വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അത് ഞങ്ങൾ ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാനും ഉസ്താദിന് കൊടുക്കും, ഞാനാ കൊടുക്കുള്ളൂ പറഞ്ഞിട്ട് അവൻ്റെ ചെറുത് മേടിച്ച് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച റാത്തീബ് ഉണ്ട് എന്ന് പറയുന്നു. വ്യാഴാഴ്ച ഫുള്ളാ നൈറ്റ് ഇവിടെ തങ്ങി റാത്തീബ് കൊള്ളണം എന്നൊക്കെയാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഇതാ ഒരു ഇതിൽ കൊടിമരത്തിൽ നിറയെ ചന്ദനത്തിരിയും നാരങ്ങ പൂട്ടും ഒക്കെ പൂട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഓരോരുത്തർ നേർച്ചയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഷാഹിൻ ഷാ വലിയുല്ലാഹി തങ്ങൾ പാവാൻ്റെ മക്കാമാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളും അവരും കയറി തോരക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെളിയിലിരുന്ന് ഞാൻ യാസീൻ ഓതി. അപ്പോൾ വെളിയിലും അതുകൂടാണ്ട് ചെറുതും വലുതായിട്ടുള്ള കുറേ മക്കാമുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും ആയിട്ട് കുറേ മക്കാമുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഓരോരുത്തർ നേർച്ചയാക്കിയിട്ട് ഈ പൂട്ടൊക്കെ ഇങ്ങനെ പൂട്ടും ഇതൊക്കെ കെട്ടിവെച്ച് എന്തിനാണെന്നുള്ള അറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ടന്നെ ഒരു വളക്കിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ എല്ലാവരും ബോട്ടിലാക്കി എണ്ണയൊക്കെ എടുക്കുന്നുണ്ട്. കുറേ പേര് അവിടുന്ന് കൈകാലിലൊക്കെ തേക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് എണ്ണയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ചന്ദനത്തിരിയൊക്കെ എല്ലാ ഭാഗത്തും കത്തിച്ച് വെച്ചു. പിന്നെ അതുകൂടാണ്ട് ഒരു മരത്തിൽ നിറയെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് കല്യാണം നടക്കാൻ വേണ്ടി കുട്ടികളുണ്ടാകാൻ വേണ്ടി വീട് ശരിയാകാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നേർച്ചയ്ക്ക് വേണ്ടി തൊട്ടി, വള, സാരി അതൊക്കെ കുറേ വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഏറ്റവും ലാസ്റ്റുള്ള മക്കാമാണിത്. അതിൽ പക്ഷേ പെണ്ണുങ്ങൾക്ക് പ്രവേശനം അല്ലാണ്ട് വെളിയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. ഞാൻ വെളിയിൽ നിന്ന് ദോരക്കൽ കഴിഞ്ഞു. അപ്പോൾ അവരും കുട്ടികളൊക്കെ ഉള്ളിൽ പോയി ദോരക്കലൊക്കെ കഴിഞ്ഞു, ചന്ദനത്തിരി കത്തിച്ചു ഇതാ വെളിയിൽ വന്നു കേട്ടോ. അപ്പോൾ കുറേ ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് വല്ല പോവർക്കും തോന്നുന്നു. അപ്പോൾ ഞങ്ങളിതാ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ